Okay, the next important topic, that is DMA transfer modes. There are three different modes of DMA data transfer. They vary by how the DMA controller determines when to transfer data. That is, but actual data transfer process remains the same in all the three cases. Okay, അപ്പോൾ ഇവിടെ മൂന്ന് ഡിഫറെൻറ്റ് മോഡ്സ് ആണ് DMA ഡേറ്റ ട്രാൻസ്ഫറിനുള്ളത്. ആൻഡ് ഇപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ DMA കൺട്രോളർ എപ്പോഴാണ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അത് മനസ്സിലാക്കേണ്ടത്. ആ ഒരു കണ്ടീഷനിലാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത്. ആൻഡ് പക്ഷേ ആക്ച്വൽ ഡേറ്റ ട്രാൻസ്ഫർ പ്രോസസ്സ് എന്തായാലും സെയിം ആണ് മൂന്ന് ടൈപ്സിലും. Now first mode of transfer is burst mode. That is, entire block of data is transferred in one continuous sequence. Once the DMA controller is granted access to the system bus by CPU, it transfers all bytes of data in the data block before relinquishing the control of system buses back to the CPU. This mode is useful for loading the programs or data files into memory, but it keeps CPU idle for a relatively long period of time. ഓക്കെ, അപ്പോൾ ഇവിടെ ബേസ്റ്റ് മോഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻറ്റയർ ബ്ലോക്ക് ഓഫ് ഡേറ്റ ഒരു കണ്ടിന്യൂസ് സീക്വൻസിൽ ട്രാൻസ്ഫർ ചെയ്യും. അതായത് ഒരു എൻറ്റയർ ബ്ലോക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആൻഡ് DMA കൺട്രോളർ, അതായത് DMA കൺട്രോളറിന് ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ, ബസ്സിൻ്റെ ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ബൈറ്റ്സും ട്രാൻസ്ഫർ ചെയ്യും. ആൻഡ് ബിഫോർ, അതായത് തിരിച്ച് ആ സി പി യുവിന് ആ ബസ്സിൻ്റെ കൺട്രോൾ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, എല്ലാ ബൈറ്റ്സും ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇത് പ്രോഗ്രാംസ് ലോഡ് ചെയ്യാനും ഫയൽസ്, അതായത് ഡേറ്റ ഫയൽസ് മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യാനെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ CPU ഐഡിലായിരിക്കും കുറച്ച് സമയത്തേക്ക്. അതായത് ലോങ് പീരീഡ് ഓഫ് ടൈം CPUവിന് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അത് കുറച്ച് സമയത്തേക്ക് CPU, അതായത് കുറച്ച് കൂടുതൽ സമയത്തേക്ക് CPU ഐഡലായിരിക്കും. Then next is the cycle stealing mode. The DMA controller obtains access to system bus as in burst mode, transfers one byte of data and returns the control of the system bus to CPU. It continually issues the request using bus request signals, transferring one byte of data per request until it has transferred its entire block of data, that is steals one CPU cycle. Data block is not transferred as quickly as in burst mode, but the CPU is not idled for long period of time as in burst mode. Okay, ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ DMA കൺട്രോളർ ആക്സസ്, അതായത് സിസ്റ്റം ബസ്സിൻ്റെ ആക്സസ് DMA കൺട്രോളർ എടുക്കും. ഓക്കെ, ട്രാൻസ്ഫേഴ്സ് വൺ ബൈറ്റ്, ഒരു ബൈറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ആൻഡ് ആ സമയത്ത് വൺ ബൈറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് തിരിച്ച് കൺട്രോൾ, സിസ്റ്റം ബസ്സിൻ്റെ കൺട്രോൾ CPU കൊടുക്കും. ഓക്കെ, ആൻഡ് റിക്വസ്റ്റ് ചെയ്യും, അതായത് ബസ് റിക്വസ്റ്റ് സിഗ്നൽസ് സെൻഡ് ചെയ്യും. ഓക്കെ, ഓരോ സമയത്തും ഒരു ബൈറ്റ് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യും ഓരോ റിക്വസ്റ്റിനും അൺടിൽ ഇറ്റ് ഈസ് ട്രാൻസ്ഫർ ദ എൻറ്റയർ ബ്ലോക്ക്. ഓക്കെ, അതായത് CPUവിൻ്റെ ഒരു സൈക്കിള് എടുക്കും, അതായത് സ്റ്റീൽ ചെയ്യും. ഓക്കെ, അതാണ് അതിൻ്റെ മീനിങ്, സൈക്കിൾ സ്റ്റീലിംഗ് മോഡ്. ഓക്കെ, അപ്പോൾ അത് ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഓരോ സമയത്തും റിക്വസ്റ്റ് സമയത്തും ഓരോ ബൈറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു സൈക്കിൾ സ്റ്റീലിംഗ്. ആൻഡ് ഇതിൽ ഡേറ്റ ട്രാൻസ്ഫർ, ദാറ്റ് ഇസ് ഡേറ്റ ബ്ലോക്ക് ഇസ് നോട്ട് ട്രാൻസ്ഫർഡ് ആസ് ക്വിക്ക്ലി. അതായത് ബസ് മോഡിൽ അത്രയും ഫാസ്റ്റ് ആയിരിക്കില്ല, പക്ഷേ CPU എന്തായാലും ഐഡിൽ അല്ല. ഓക്കെ, ലോങ് പീരീഡിൽ ഐഡിൽ അല്ല. ദെൻ വി ഹാവ് ദ ട്രാൻസ്പെറൻറ്റ് മോഡ്. Transparent mode, that is DMA controller only transfers data when CPU is performing operations that do not use the system buses. Main advantage of this mode is that CPU never stops executing its program. The main disadvantages of this mode are hardware needed to determine when the CPU is not using the system bus can be quite complex and relatively expensive. Requires highest time to transfer a block of data compared to about two modes. അതായത് ട്രാൻസ്പെറൻറ്റ് മോഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ DMA കൺട്രോളർ എപ്പോഴാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ CPU വേറെ ഏതെങ്കിലും ഓപ്പറേഷൻ, അതായത് സിസ്റ്റം ബസ് യൂസ് ചെയ്യാത്ത എന്തെങ്കിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്തായിരിക്കും DMA കൺട്രോളർ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡേറ്റ. ഓക്കെ, അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മെയിൻ അഡ്വാൻറ്റേജ് CPU നെവർ സ്റ്റോപ്സ് എക്സിക്യൂട്ടിങ് ഈ പ്രോഗ്രാം. അതായത് CPU ഐഡിൽ ഉണ്ടാവില്ല, എപ്പോഴും പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതിന് ഐഡിൽ നിൽക്കേണ്ടി വരില്ല. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്, അതായത് ഇപ്പോൾ CPU സിസ്റ്റം ബസ് യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണമല്ലോ. അപ്പോൾ അതറിയാൻ വേണ്ടിയുള്ള ഹാർഡ്വെയർ
അത് കോംപ്ലെക്സ് ആയിരിക്കും, അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആയിരിക്കും റിലേറ്റീവ്ലി. ഓക്കെ, ആൻഡ് ഹയസ്റ്റ് ടൈമാണ്, അതായത് മൂന്ന് മെത്തേഡ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡിനാണ് കൂടുതൽ സമയം എടുക്കുന്നത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി, ബ്ലോക്ക് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ട്രാൻസ്പെറൻറ്റ് മോഡ്.